നീ പറഞ്ഞ പണിയൊക്കെ ചെയ്തോ? അങ്ങനെ പോകാൻ ധൃതിയായി ഇപ്പം. ഉച്ചപ്പണിയേ ഉള്ളൂ. ഞാൻ ഈ സമയം അരമണിക്കൂറോടുണ്ടല്ലോ. ഞാൻ കല്ലിക്കൂട്ട് പറക്കി അങ്ങോട്ട് ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആ കല്ല് നീ പൊങ്ങാണ്ട് പിന്നെ എടുക്ക്. വെയിറ്റാണോ? അത് ഇപ്പം ഇടുന്ന സ്ഥലം ഞാനൊന്ന് നോക്കട്ടെ. ഓ അവിടെ വേണ്ട, പിന്നെ ഇപ്പറേ പറ്റുമോ നോക്കട്ടെ. ഇപ്പറേ നോക്കട്ടെ. നീ അങ്ങോട്ട് നടന്നേ ആ കല്ലുമായിട്ട്. ആ വാതുക്കലല്ല, നീ അവിടെ വരെ നടക്ക്. അവിടെ ഇവിടെ അവിടെയാണ് ഇടണ്ടേ. അവിടെ ഇടാൻ പറ്റേ? അവിടെ വെച്ചിട്ട് കാര്യം പറയാം. നീ ഞാനും നോക്കട്ടെ, നീ ധൃതി വെക്കല്ലേ. കണ്ണിന് കാഴ്ച കണ്ട് നിന്റെ കരിങ്കല്ല. ഞാൻ നല്ല ഇടേണ്ട സ്ഥലം കാണിക്കണ്ടേ, കല്ല് ഇടേണ്ട ഒരു സ്ഥലം. അവിടെ എവിടെയാന്ന് ഞാൻ നോക്കട്ടെ. എവിടെ ഇടാൻ ഞാൻ നോക്കട്ടെ, നീ ധൃതി വെക്കല്ലേ. ഓ അരമണിക്കൂറോ? ഓ ഇടാൻ പറ്റേ, നീ അങ്ങനെ ധൃതി വെക്കല്ലേ. എന്താ മനുഷ്യ ഇത്? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയാണോ? ഇത് കരിങ്കല്ല. ഇത് എനിക്ക് കൈ ഇത് ഉണ്ടോ, കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. കൈ പിന്നെ നിനക്ക് ഭയങ്കര വേദനയാ. ഇത് ഞാൻ ഇടും, ഇപ്പം നിങ്ങളെ കാലിലേക്ക് ഇടും പറഞ്ഞേക്കാം. നീ ഒരു കാര്യം ചെയ്യ്, വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് നടക്ക്. നീ വന്ന വഴി തന്നെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നടക്ക്, നീ വന്ന വഴി നടക്ക്. അങ്ങോട്ട് നടക്ക്. അവിടെയല്ല, നീ അടുത്തടുത്ത് കൊണ്ടുപോയിട്. അയ്യോ, ഇത് നിങ്ങളുടെ ആ തലമുണ്ടയിലേക്ക് ഇടാനാ എനിക്ക് തോന്നുന്നു കേട്ടോ. അവിടെ ഇടാനാ ഞാൻ ഓർത്തെ. നീ എടുത്തെടുത്ത് പോയി. 30-30 കിലോ ഭാരമുള്ള കല്ല് എന്നെ കൊണ്ട് എടുപ്പിച്ച് ഇതെന്നെ നിങ്ങൾക്കൊരു രസമല്ലേ? രസമായിട്ടില്ല. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് കല്ല് വേണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇടാന്നോത്തണ്ട പോയത്. അപ്പം നീ തിരക്ക് കൂട്ടി ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യമുണ്ടോ? പയ്യെ. അതെ, ഞാൻ പറഞ്ഞിട്ടാ പോയത്. എന്നാലും ആ പിന്നെ അല്ലാണ്ട് എടുത്ത് അവിടെ ഇടാൻ പറ്റില്ലാത്തവരും എടുത്തോടത്തല്ലേ വെക്കണ്ടേ? വല്ലാത്തൊരു സ്വഭാവം തന്നെ കേട്ടോ. സ്വഭാവത്തിന് എനിക്ക് വേറെ നിന്നെ പോലെ 10 വരെ കിട്ടാനുണ്ട്. പിന്നെ നിനക്കൊരു പണിയില്ലാണ്ടിരിക്കില്ലേ? നിനക്കൊരു പണിയില്ലാണ്ടിരിക്കില്ലേ എന്നൊന്നും ഞാനിങ്ങനെ വിളിച്ചു. പണി എടുപ്പിച്ചു. പറഞ്ഞാൽ പണി ചെയ്താൽ പൈസ ഇല്ലായിരുന്നു. പിന്നെ ഒരു വലിയൊരാള് വന്നേക്കണു. പറഞ്ഞാണ്ടല്ലോ കേക്ക് ദിവസം എന്നോട്.